നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ വാട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പോൾ ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ബോഡി അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മുടെ ഓർഗൻസിനെയും നമ്മുടെ സ്കിന്നിനെയും എല്ലാത്തിനെയും. നമുക്ക് തന്നെ അറിയാം, കുറച്ച് സമയം നമുക്ക് ഭയങ്കരമായിട്ട് വെള്ളം ദാഹിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു വെപ്രാളത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡിയിൽ 76% ടോട്ടൽ ബോഡിയിൽ വെള്ളമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിന് അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നവര് വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് കറക്റ്റ് ആയിട്ട് നടക്കില്ല. രീതിയിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കണം. അത് കുടിച്ചിട്ടില്ലെങ്കിൽ വെയിറ്റ് ലോസ് നടക്കില്ല. അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ പറഞ്ഞു, 3 ലിറ്റർ വെള്ളം കുടിക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ദാഹം തോന്നുമ്പോൾ വല്ലാണ്ട് തൊണ്ട വരലാന സമയത്ത് അര ലിറ്റർ വെള്ളം വീതം ഒരു 5-6 പ്രാവശ്യമായിട്ട് ഈ 3 ലിറ്റർ വെള്ളം തീർത്ത് കഴിഞ്ഞാലും അത് ശരീരത്തിന് ഗുണം ചെയ്യില്ല. വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഓരോരുത്തർക്കും പ്രത്യേകം തന്നെ കോച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഒരു കവിള് വെള്ളം വായിലെടുക്കുക, നന്നായിട്ട് കുലുക്കി നമ്മുടെ ഉമിനീര് ഈ വെള്ളമായിട്ട് മിക്സ് ആവുക. ഈ ഉമിനീര് വെള്ളമായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ആ വെള്ളം നമ്മൾ ഇറക്കുമ്പോൾ നമുക്ക് ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ട് നമുക്ക് നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആക്കി വെക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റ് ലോസും നടക്കും. എന്നാൽ ഈ വെള്ളം കുടിക്കുന്നത് രാത്രി ഒരു 9:30 മണിക്ക് ശേഷമാണെങ്കിലോ, അപ്പോൾ നേരെ നെഗറ്റീവാണ് ഉണ്ടാവുക. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പകല് വെള്ളം കുടിക്കുന്നത് പോലെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രിയിലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ആവും. രാത്രി 9:30 മണിക്ക് ശേഷം നമ്മൾ വെള്ളം കുടിക്കരുത്. അപ്പൊ നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഒരാളോ എന്നൊരു ചോദ്യം ചോദിക്കരുത്. അതായത് ഉറങ്ങുന്ന ടൈമിന് കണ്ടിന്യൂസ്ലി ഉള്ള ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ ഇൻടേക്ക് ചെയ്യരുത്, വെള്ളം കുടിക്കരുത്. വെള്ളം ഭക്ഷണം ഒന്നും കഴിക്കരുത്. ആ സമയത്ത് പൂർണ്ണമായിട്ട് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക. അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ജോലിക്ക് അനുസരിച്ച് നിങ്ങൾ ആ സമയം കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ഉറക്കം ഉറങ്ങുക, എണീറ്റ് കുറച്ച് വെള്ളം കുടിക്കുക, വീണ്ടും ഉറങ്ങുക, വീണ്ടും എണീറ്റ് വെള്ളം കുടിക്കുക, അങ്ങനെയുള്ളത് ഉണ്ടാവരുത്. ഉറങ്ങാൻ വൈകി കഴിഞ്ഞാൽ വീണ്ടും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ളതും ഉണ്ടാവരുത്. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് കറക്റ്റായിട്ട് നടക്കില്ല എന്ന് മാത്രമല്ല, ശരീരത്തിൽ ഫാറ്റിന്റെ അളവ് കൂടുതലാവുകയും ചെയ്യും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഓക്കെ. നമ്മൾ വെള്ളം കറക്റ്റ് ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചെയ്ത് നിലനിർത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം വേർക്കണം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്നും എൻ്റെ ബോഡി വേർക്കാറുണ്ടായിരുന്നില്ല. കാരണം എത്ര ഹീറ്റ് ആയാലും ബോഡി ഹീറ്റ് ആവുമെന്നല്ലാണ്ട് ഒരു തുള്ളി പോലും വേർപ്പ് പുറത്തോട്ട് വരില്ലായിരുന്നു. അത് ഭയങ്കര കേടാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ കൂടുതൽ ജോലി ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഭയങ്കര ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് നിൽക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപ്പ് തുള്ളികൾ പുറത്തോട്ട് പോകണം. ഈ പുറത്തോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ ബോഡിയെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രകാശം വന്നു. ഇത് ചിലപ്പോൾ ഉടനെ പോകട്ടോ. തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപകാരപ്പെടുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെള്ളത്തിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് കൃത്യമായിട്ട് നോക്കുക. ഇനി ഈ ഇലക്ട്രോലൈറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരുമിച്ച് ഒരുപാട് വെള്ളം കുടിക്കരുതെന്ന്. ഈ ഒരുമിച്ച് ഒരുപാട് വെള്ളം കുടിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ബ്ലാഡറിലോട്ട് എത്തുകയും ആ യൂറിനായിട്ട് അത് നഷ്ടപ്പെടുകയും ചെയ്യും. ഓവറായിട്ട് ഒരുപാട് വെള്ളം ഒരുമിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് ഇലക്ട്രോലൈറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് 1 മണിക്കൂറിനുള്ളിൽ 1 ലിറ്റർ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഈ 1 ലിറ്റർ വെള്ളം നമ്മുടെ കിഡ്നിക്ക് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ അതിൽ കൂടുതലാവുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രോലൈറ്റ് നഷ്ടമാവും. അപ്പൊ നമ്മൾ വെള്ളം ഒരുപാട് കുടിച്ചു കഴിഞ്ഞാലുള്ള ദോഷങ്ങൾ എന്താണെന്നും വെള്ളം കറക്റ്റായിട്ട് കുടിച്ചില്ലെങ്കിലുള്ള ദോഷങ്ങൾ എന്താണെന്നും നിങ്ങൾ പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഭക്ഷണത്തിൽ കലോറി മാനേജ് ചെയ്യുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡിയിൽ വാട്ടർ ഇൻടേക്കിന്റെയും പ്രാധാന്യം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞു. കാരണം നമ്മുടെ ഈ ദഹന നാളം മുതൽ നമ്മുടെ ആമാശയത്തിലെത്തി അവിടെ നിന്ന് കുടലിലെത്തി എല്ലാ പ്രോസസ്സിനും കറക്റ്റായിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് പോകും. ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ അറിയാം, കയ്യിൽ വള ഇടുന്ന സമയത്ത് വള കൊണ്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? ഒന്ന് പോയിട്ട് വെള്ളം നനച്ചിട്ട് ഇട്ട് നോക്കും അല്ലേ. പിന്നെയും ബുദ്ധിമുട്ടാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇച്ചിരി സോപ്പൊക്കെ തേക്കും. അപ്പൊ എന്തായാലും ആ ഒരു വെള്ളം നനയ്ക്കുമ്പോൾ തന്നെ സ്കിന്നിനൊരു സോഫ്റ്റ്നെസ് വരും. സെയിം പ്രോസസ് ആണ് നമ്മുടെ ഇന്നർ ഓർഗൻസിൽ നടക്കല്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളത്തിന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഉണ്ടാവാണ്ട് നന്നായിട്ട് നമ്മുടെ മോഷൻസ് എല്ലാം പോവും. മോഷൻസ് സോഫ്റ്റ് ആവുകയും ചെയ്യും. മീൻസ് നമ്മൾ ഭയങ്കര ചില സമയത്ത് ബീഫൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, ഭയങ്കര ടൈറ്റ് ആവും. എന്നാൽ ആ ടൈറ്റ്നസ് ഉണ്ടാവാണ്ട് അത് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണവും കഴിക്കുക, വാട്ടർ ഇൻടേക്കും റെഡിയാക്കുക. ഇത് രണ്ടും റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം ഇല്ലാണ്ട് നിൽക്കാൻ പറ്റും.
പിന്നെ ഉള്ളത് നമ്മുടെ ബോഡിയിൽ നിന്ന് ടോക്സിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ബോഡിയിൽ വെള്ളം കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് ടോക്സിൻ കിഡ്നിയാണ് റിമൂവ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ടുള്ള വാട്ടർ ഇൻടേക്ക് ഉണ്ട് എങ്കിൽ ആ രീതിയിൽ ഒരുപാട് ടോക്സിൻ നമുക്ക് ശരീരത്തിൽ നിന്ന് കളയാൻ പറ്റും. ഈ കളയുന്നതിനോടൊപ്പം തന്നെ അത് നമ്മുടെ ബോഡിയിൽ ടോട്ടലായിട്ട് നീരൊന്നും ഉണ്ടാവാണ്ട് നമ്മുടെ ഓർഗൻസിനെല്ലാം സപ്പോർട്ട് ചെയ്യാനും അതുവഴി നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ ഉള്ളത് സ്കിന്നിന് ഹൈഡ്രേഷൻ നിലനിർത്തുക. ഹൈഡ്രേഷൻ നിലനിർത്തി കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവും. കറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളുടെ സ്കിന്ന് ഡ്രൈ ആവില്ല. നമുക്ക് ചിലർ പറയും എന്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്, എപ്പോഴും ഡ്രൈ ആണ്. അവരുടെ വാട്ടർ ഇൻടേക്കിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര തെറ്റ് തന്നെ ആയിരിക്കും. ഒരു 90% ആൾക്കാർക്ക് വാട്ടർ ഇൻടേക്ക് സ്കിന്ന് ഭയങ്കര ഡ്രൈ ഉള്ളവർക്ക് അത് റെഡി ആവില്ല. കാരണം ഇത് ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരുന്നു. ഞാൻ ആ സമയത്തൊന്നും പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം 1-2 ഗ്ലാസ് വെള്ളമേ കുടിക്കുള്ളായിരുന്നു. നമ്മളിങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വെള്ള പാട് വീഴുമായിരുന്നു മേത്ത്. അതേപോലെ ഫേസിലൊക്കെ ആയാലും ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉണ്ടാവുമായിരുന്നു. അപ്പൊ അതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാവും, നിങ്ങളുടെ ഹസ്ബൻഡിന് ഉണ്ടാവും, നിങ്ങൾക്ക് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ വെള്ളപ്പൊടി പോലെ വരുന്നുണ്ടെങ്കിൽ സ്കിന്ന് ഡ്രൈ ആണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഒന്ന് ഒരു ഹൈഡ്രേഷൻ നിലനിർത്താൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓവറായിട്ട് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഫേസിലൊക്കെ തന്നെ കറക്റ്റ് ആയിട്ട് വാട്ടർ ഇൻടേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരു തിളക്കം വരും. നമ്മുടെ മൂക്കിന്റെ ഈ ഭാഗത്തും കവിളിന്റെ ഭാഗത്തും നെറ്റിയിലും ഒക്കെ തിളക്കം വരും. ഇപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്ത് തുടങ്ങിയപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ വാട്ടർ ഇൻടേക്ക് റെഡി ആയി തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു 15 ദിവസം കഴിഞ്ഞ് നിങ്ങളെ കണ്ണാടിയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഫീൽ ചെയ്തവരെ ഞാൻ ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. എല്ലാവർക്കും ഫീൽ ചെയ്യും. എനിക്കൊക്കെ ഒരു 15 ദിവസം കഴിഞ്ഞ സമയത്ത് എനിക്ക് എന്റെ കണ്ണാടിയിൽ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഭയങ്കര ഡ്രൈ ആയിരുന്നു എൻ്റെ സ്കിൻ. അതൊക്കെ മാറി കുറേശ്ശെ ഒരു ഗ്ലോ ഒക്കെ വന്നു തുടങ്ങി. അതേപോലെ എന്തൊക്കെയോ ഒരു ചേഞ്ച്, ചീർത്തിരുന്ന മുഖമൊക്കെ ഒന്ന് ചുരുങ്ങി നീരൊക്കെ കുറഞ്ഞു. അതേപോലെയുള്ള മാറ്റം എല്ലാവർക്കും ഉണ്ടാവും കറക്റ്റായിട്ട് നമ്മൾ ഭക്ഷണം എല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞാൽ. അത് പോരാഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഫേസിന്റെ ആയാലും ഇതിലൊക്കെ ഈ ഡെഡ് സെൽസ് ഇടയ്ക്ക് ഉണ്ടാവും. ഈ ഡെഡ് സെൽസ് താനെ റിമൂവ് ആയി പോകും. എന്നിട്ട് പുതിയ പുതിയ സെല്ല് വന്നുകൊണ്ടേയിരിക്കും. ഈ പുതിയ സെല്ല് കറക്റ്റ് ആയിട്ട് പുനരുജ്ജീവനം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് വലിഞ്ഞു പോകും, ഡ്രൈ ആവും. അപ്പോൾ ഈ ഏജ് കൂടുതലായിട്ട് തോന്നിക്കും കറക്റ്റായിട്ട് ബോഡിയിൽ വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് മുഖക്കുരു ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, മുഖത്ത് പാടുകൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മളെ വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ആക്കുക. നമ്മൾ കഴിക്കുന്ന ഓയിലി ഫുഡൊക്കെ ഉണ്ടാവും. ഈ ഓയിലി ഫുഡിന്റെ ഇതുകൊണ്ടും നമുക്ക് ഈ മുഖക്കുരു കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കറക്റ്റ് ആയിട്ട് ഈ ഓയിലി ഫുഡ് നമ്മൾ കഴിച്ചാലും അതിന്റെ കൂടെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ തന്നെ വാട്ടർ ഇൻടേക്കും റെഡി ആക്കിയാൽ കുറേ ഓയിൽ നമുക്ക് ബോഡിയിൽ നിന്ന് സ്വയം തന്നെ റിമൂവ് ആവും. അതുപോലെ തന്നെ ഇങ്ങനെ കൂടുതലായിട്ട് മുഖക്കുരുവൊക്കെ വരുന്ന ഒരാളാണ് എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫേസ് വാഷ് ചെയ്യുക. സോപ്പ് യൂസ് ചെയ്യരുത്. ഒന്നുകിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറുപയറുപൊടി യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ മുഖം കഴുകുക. അങ്ങനെയായാലും ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ഉള്ള മുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എന്നാലും നമുക്ക് ആ ഭയങ്കരമായിട്ടുള്ള ഡ്രൈനെസ് ഒരു പരിധിവരെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ കറക്റ്റ് ആയിട്ട് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാലുള്ള അടുത്ത ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമിതമായിട്ടുണ്ടാവുന്ന വിശപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ഒരുപാട് സമയത്ത് നമ്മുടെ സ്റ്റൊമക്ക് എംപ്റ്റി ആയി നിൽക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും വേണമെന്നൊരു തോന്നൽ വരിക. എന്നാൽ നമ്മളൊരു 10 മിനിറ്റ് ഇടവെച്ച് 1-2 കവൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ക്രേവിംഗ് ടെൻഡൻസി ഉണ്ടാവില്ല. നമുക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് വരെ വെള്ളം കുടിക്കുക. അങ്ങനെ നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓവറായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള തോന്നലുണ്ടാവില്ല. നമുക്ക് കലോറി മാനേജ് ചെയ്ത് ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കാൻ പറ്റും. കാരണം ഓൾറെഡി സ്റ്റൊമക്കിൽ കുറച്ച് ഫില്ലായിട്ട് ഉണ്ടാവും, വെള്ളം ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഈ ഭക്ഷണത്തിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് വാട്ടർ ഇൻടേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ വളരെ പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് നടക്കും. എന്നാൽ നിങ്ങൾ ഭക്ഷണത്തിന്റെ കൂടെ തന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കൂല. അത് നമ്മളിപ്പോൾ മിക്സിയിൽ അരിയൊക്കെ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അരി അരയില്ലല്ലോ, കുറച്ചിങ്ങനെ കട്ടയായിട്ട് കിടക്കും. അതുപോലെ തന്നെയാണ് വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷനും നന്നാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കരുത്. നമുക്ക് ബോഡിയിൽ വെള്ളത്തിന്റെ അളവ് കുറവുണ്ടോന്ന് നമുക്ക് എങ്ങനെയൊക്കെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും. ഒന്ന് നമുക്ക് തൊണ്ടയൊക്കെ വരളും, അതേപോലെ ചുണ്ടിനൊരു വരൾച്ച ഉണ്ടാവും, ദാഹം തോന്നും, ക്ഷീണം തോന്നും. അതുപോലെ നമ്മുടെ യൂറിന്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ആണോ ഇല്ലേന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരാളുടെ മൂത്രം നോക്കുമ്പോൾ നല്ല വെള്ള കളറാണ്, പച്ച വെള്ളം പോലെ വെളുത്തതാണെങ്കിൽ അവർക്ക് വാട്ടർ ഇൻടേക്ക് കൂടുതലാണ്. കാരണം അത് ഭയങ്കരമായിട്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അത്രയും വെള്ളം നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ല.
എന്നാൽ വേറൊരു ആളുടെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഇളം മഞ്ഞ കളറാണെങ്കിൽ അത് കറക്റ്റ് ആണ്, അവരുടെ വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നടക്കുന്നത്. നമുക്ക് യൂറിന്റെ കളർ കണ്ടാൽ തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ ആണോ നമ്മൾ കഴിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അതേപോലെ പിന്നെയുള്ള ഒരു യൂറിൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡാർക്ക് യെല്ലോ കളർ ആയിരിക്കും, അവരുടെ ബോഡിയിൽ കുറച്ച് വെള്ളം കുറവാണ്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഓറഞ്ച് കളർ ടൈപ്പിലുള്ള യൂറിൻ ഉണ്ട്. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ യൂറിൻ പോകുന്നുണ്ടെങ്കിൽ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, കിഡ്നി ഡാമേജ് ആവേണ്ട സാധ്യത കൂടുതലാണ്. കറക്റ്റ് ആയിട്ട് വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇന്നർ ഓർഗൻസിനെ എന്തിനെങ്കിലുമൊക്കെ ബാധിക്കും. എന്തായിരിക്കും എന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ അറിയില്ല, പക്ഷെ അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് വെള്ളത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലകറക്കം ഉണ്ടാവും, തലവേദന ഉണ്ടാവും, മൈഗ്രെയിൻ പോലുള്ള പ്രശ്നം ഉണ്ടാവും, പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഒരു കാരണവും ഇല്ലാണ്ട് ഹാർട്ട് ബീറ്റ് കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് നമ്മൾ ഒരു ഇച്ചിരി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ വാട്ടർ കുറയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന സിംറ്റംസ് ആണ് ഇത്. എന്നാൽ ഈ തലവേദന മൈഗ്രെയിൻ എല്ലാം വെള്ളം കുറഞ്ഞതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഉണ്ടാവുന്നത്, അങ്ങനെ വിചാരിക്കരുത്. ബോഡിയിൽ പ്രോട്ടീൻ അളവ് കുറയുമ്പോഴും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ വാട്ടർ ഇൻടേക്ക് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നമ്മൾ വെള്ളത്തിന്റെ കാര്യത്തിൽ കുറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ വക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡിയിൽ വാട്ടർ ഇൻടേക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കഴിക്കണം. മീൻസ് ഇപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 24 ഹൈഡ്രേറ്റ് ആണ്. നിങ്ങളൊരു എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് 1 ലിറ്റർ വെള്ളത്തിൽ 24 ഹൈഡ്രേറ്റ് എടുത്ത് വെച്ചതിന് ശേഷം ആദ്യം ഒരു 1-2 കവിള് കുടിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് വർക്കൗട്ടിന്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഗ്യാപ്പിൽ ഒരു കവിള് വീതം കുടിച്ചാൽ മതി. അങ്ങനെ നമ്മൾ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇലക്ട്രോലൈറ്റിനെ ബോഡിയിൽ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും, അതായത് വാട്ടർ കണ്ടന്റ് നിലനിർത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോലൈറ്റ് നഷ്ടപ്പെടുകയില്ല. ഈ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ എനർജി ലെവൽ ലോസ് ആവില്ല, നമുക്ക് കിതപ്പ് ക്ഷീണം ബുദ്ധിമുട്ടൊന്നും വല്ലാണ്ട് നമ്മളെ ബാധിക്കുകയില്ല. ആ ഒരു ഇലക്ട്രോലൈറ്റ് നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്ത് ശരീരത്തിൽ നിർത്തി കഴിഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഭയങ്കര ടെമ്പറേച്ചറുള്ള കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോലൈറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഛർദിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റ് നഷ്ടപ്പെടും, ഛർദിലെ ലൂസ് മോഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റ് നഷ്ടപ്പെടും, ഭയങ്കര ചൂടിൽ ജോലി ചെയ്യുന്നവർക്ക് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയുള്ളവരെല്ലാം നമ്മുടെ ബോഡിയിൽ ഈ ഇലക്ട്രോലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റ് നിർബന്ധമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ വാട്ടർ ഇൻടേക്ക് റെഡി ആക്കുമ്പോൾ നമുക്ക് മെന്റലി നമ്മൾ ഫിസിക്കലിയും ഭയങ്കരമായിട്ട് ഫിറ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. ഈ വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ആവുന്ന സമയത്ത് നമ്മുടെ വെയിറ്റ് ലോസും പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് നടക്കും. ഓക്കെ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്ലീപ്പ് എൻഹാൻസ് കുടിച്ചാലുള്ള ഗുണങ്ങൾ പറയൂ. സ്ലീപ്പ് എൻഹാൻസ് കുടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഉറക്കം കിട്ടും ഒന്ന്. രണ്ടാമത് പകൽ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ക്ഷീണം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോട്ടുവായി ഇടുക, പിന്നെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഉഷാറില്ലാതെ ഇങ്ങനെയൊക്കെ ഞെരിപിരി കൊള്ളൂലേ, ഈ എന്ന് കാക്കും പിന്നെ ഇങ്ങനെ കാക്കൂലേ, അതൊക്കെ നമ്മുടെ ബോഡിയിൽ എന്താ പറയാ ഒരു ഉറക്കത്തിന്റെ ആ ഒരു സംഭവം വിട്ടു പോവാണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. എന്നാൽ സ്ലീപ്പ് എൻഹാൻസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയം അത്രയും നല്ല ഡീപ്പ് സ്ലീപ്പ്, നല്ല ഗുഡ് സ്ലീപ്പ് കിട്ടും. അതിനേക്കാളും രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ ഉണർന്നിരിക്കുമ്പോൾ നല്ല എനർജറ്റിക് ആയിരിക്കും, നല്ല ഉന്മേഷത്തോടെ ഇരിക്കാം. നമുക്കൊരു ഉറക്കക്ഷീണം ഉണ്ടെന്നോ ബുദ്ധിമുട്ടൊന്നും തോന്നൂല. മേ ബി നമ്മൾ ഒരു ദിവസം കുറച്ച് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമുക്ക് സ്ലീപ്പ് എൻഹാൻസ് കുടിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് പകൽ ഉറക്കക്ഷീണം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത് കുടിച്ചാൽ പകല് ഉറക്കം ഉണ്ടാവില്ല. ഇല്ലാതെ ഉറങ്ങാനുള്ളൊരു മരുന്നല്ല കേട്ടോ. സ്ലീപ്പ് എൻഹാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുങ്കുമപ്പൂവിന്റെ ഹിബിസ്കസിന്റെ എക്സ്ട്രാക്ട് ആണ്. കുങ്കുമപ്പൂവിന്റെ അതിനെ എന്താ പറയാ വാറ്റി എടുത്തിട്ട് ഉണ്ടാവുന്ന എസെൻസും അതേപോലെ ഹിബിസ്കസും, ഇത് രണ്ടും നമ്മുടെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസിനെ നല്ല ഉത്തേജിപ്പിക്കുകയും നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്ന ഹോർമോൺസിനെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണം. കാരണം നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ജോലിയുടെ കാര്യം കൊണ്ടൊക്കെ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്ലീപ്പ് എൻഹാൻസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളോ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളോ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ ബോഡി ഭയങ്കര ഹീറ്റ് ആയിട്ടുള്ള ഒരാളോ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ലീപ്പ് എൻഹാൻസ് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കുറച്ച് കൂളാക്കി കൊണ്ടുവരാൻ പറ്റും. വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഡെയിലി ബേസിൽ കഴിക്കുന്ന ഒരു സാധനമാണ് സ്ലീപ്പ് എൻഹാൻസ്. അപ്പോൾ രാത്രിയിൽ കുടിക്കുക. ഇത് പകല് കുടിച്ചെന്ന് വെച്ചിട്ട് പകൽ ഉറങ്ങുന്നില്ല, പക്ഷെ പകല് കുടിക്കേണ്ട ആവശ്യമില്ല, രാത്രി കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ.